മലയാളം സർവകലാശാല വിഷയത്തിൽ കെ.ടി. ജലീലിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാനാകാതെ ലീഗ് നേതൃത്വം. ഫിറോസിന്റെ ആരോപണങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കൂ എന്നായിരുന്നു കെ.ടി. ജലീലിന്റെ വെല്ലുവിളി. എന്നാൽ ഇതുവരെ നിയമസഭയിൽ ലീഗ് എം.എൽ.എമാർ ഈ വിഷയം ഉയർത്തിയില്ല. ആരോപണങ്ങൾ തിരിച്ചടിക്കുമെന്ന ആശങ്കയിലാണ് ലീഗ് നേതാക്കൾ. ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും യു.ഡി.എഫിന്റെ ഭരണകാലത്തായിരുന്നു. പി.വി. കുട്ടൻ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. കേരളത്തിനൊപ്പം കോഴിക്കോട് നിന്നും കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. യെസ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാനസികമായി നിയമസഭയിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. അടിയന്തര പ്രമേയ വിഷയവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 3 ദിവസങ്ങളിലും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയങ്ങൾ ഭരണപക്ഷം ചർച്ചയ്ക്കെടുത്തു. കൃത്യമായ മറുപടി ആ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ടവർ അത് കൊടുത്തിട്ടുണ്ടോ? അന്ന് കെ.ടി. ജലീൽ ഈ നിയമസഭയിൽ പങ്കെടുത്തതിന് ശേഷമാണ് പുറത്ത് മാധ്യമപ്രവർത്തകരോട് പി.കെ. ഫിറോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പി.കെ. ഫിറോസ് ഉന്നയിച്ച മലയാളം സർവകലാശാലയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രവർത്തകരോട് പറഞ്ഞതും അവിടെ വെച്ചാണ് കെ.ടി. ജലീൽ പറയുന്നത്, ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ ലീഗ് എം.എൽ.എമാർ സഭയിൽ ഉന്നയിക്കട്ടെ, ആ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ആരുടെ കാലത്താണ് ഈ ഭൂമി ഇടപാട് നടന്നത്, ഭൂമി ഏറ്റെടുക്കൽ നടന്നത്, വില കുറച്ച് കാണിച്ചത് ആരാണ്, ഈ വിഷയങ്ങൾ കൊണ്ടുവന്നത് ആരാണ് എന്ന തരത്തിൽ കൃത്യമായിട്ടുള്ള ചർച്ച നിയമസഭയിൽ ഉണ്ടാകട്ടെ എന്ന് കെ.ടി. ജലീൽ പറഞ്ഞു വെച്ചതാണ്. പി.കെ. ഫിറോസ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി മുന്നോട്ട് വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കെ.ടി. ജലീലിനെ താറടിച്ച് കാണിക്കുക, ഇടതുപക്ഷത്തെ താറടിച്ച് കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് വരുന്ന ഓരോ വെളിപ്പെടുത്തലുകളിൽ, ഓരോ രേഖകളിൽ, തെളിവുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അത് തിരിച്ച് തങ്ങൾക്ക് തന്നെ ഒരു ഭീഷണിയാകും എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിലാകണം ഈ വിഷയങ്ങൾ നിയമസഭയിലേക്ക് എത്തിക്കാതിരിക്കാൻ ലീഗ് എം.എൽ.എമാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. വിനിഷ, മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പി.കെ. ഫിറോസ് ഏത് ഘട്ടത്തിലാണ് ഈ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. കാരണം പി.കെ. ഫിറോസിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം, വലിയ രീതിയിലുള്ള ബിസിനസ് പങ്കാളിത്തങ്ങൾ, ദുരൂഹമായ സാമ്പത്തിക വളർച്ച, ഇതൊക്കെ സംബന്ധിച്ച് നിരന്തരമായി തെളിവുകൾ സഹിതം കെ.ടി. ജലീൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നു. അതൊന്നും നിഷേധിക്കാനാകാതെ പി.കെ. ഫിറോസ് വാർത്താ സമ്മേളനം വിളിച്ച് കെ.ടി. ജലീലിൻ്റെ എല്ലാ വെളിപ്പെടുത്തലുകളും ശരിയാണെന്ന് പറയുന്നു. അത് നമുക്കറിയാം, ദുബായിലെ ഒരു കമ്പനിക്കകത്ത്, ഇവിടെ ജനറൽ സെക്രട്ടറി, യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കുമ്പോൾ തന്നെ ദുബായിലെ ഒരു കമ്പനിക്കകത്ത് പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് 5.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നു എന്ന തരത്തിലുള്ള അതിശയകരമായ കാര്യങ്ങളൊക്കെയാണ് പി.കെ. ഫിറോസിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. അത് പൊതുവിൽ കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചയാവുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, അതിന് തൊട്ട് പിന്നാലെ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിൻ്റെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ സജീവമായി ചർച്ചയാകുന്നു. അതോടൊപ്പം തന്നെ ലീഗിനകത്തും ഫിറോസിനെതിരെ ഒരു വിഭാഗം ഇത് വലിയ രീതിയിലുള്ള ആയുധമാക്കി ഉയർത്തിയൊരു ഘട്ടമുണ്ടായിരുന്നു. ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പി.കെ. ഫിറോസിനെ ഇത്രകാലം സംരക്ഷിച്ചിരുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ അദ്ദേഹത്തെ കൈയൊഴിയുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആ ഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടി, മാധ്യമ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ മലയാളം സർവകലാശാല വിഷയം ഉയർത്തിക്കൂടിയത്. 10-12 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ്. അന്ന് നടന്ന എന്താണ്, യു.ഡി.എഫ് സർക്കാരിൻ്റെ കാലത്ത് ഭൂമി കണ്ടെത്തുന്നതും വില നിശ്ചയിക്കുന്നതുമൊക്കെ യു.ഡി.എഫ് സർക്കാരിൻ്റെ കാലത്തായിരുന്നു എന്നുള്ളത് രേഖകൾ സഹിതം പുറത്തു വന്ന വിവരങ്ങളാണ്. എന്നിട്ട് പോലും ആ ഒരു വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കെ.ടി. ജലീലിനെതിരെ ഇപ്പോഴത്തെ നിലവിലെ എൽ.ഡി.എഫ് സർക്കാരിനെതിരെയൊക്കെ വിമർശനങ്ങളുമായി, ഈ ആരോപണങ്ങളുമായി പി.കെ. ഫിറോസ് രംഗത്തെത്തിയതിൻ്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. തനിക്കെതിരെയുള്ള ഈ വെളിപ്പെടുത്തലുകൾ, തനിക്കെതിരെ വന്ന ഈ ആരോപണങ്ങൾ, അതിൽ നിന്നും ഒരു രക്ഷ നേടുക, താൽക്കാലികമായ ഒരു രക്ഷ നേടുക എന്നുള്ളതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ കെ.ടി. ജലീൽ വളരെ കൃത്യമായി വെല്ലുവിളികൾ തുടരുന്നുണ്ട്. കെ.ടി. ജലീൽ പറഞ്ഞ എന്താണ്, 17.5 കോടിയുടെ അഴിമതി നിയമസഭയിൽ ഉന്നയിക്കാൻ ലീഗ് നിയമസഭാ പാർട്ടി ലീഡർ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കും തിരൂർ എം.എൽ.എ കുറുക്കോളി മൊയ്തീനും കഴിയില്ലെങ്കിൽ അതിനർത്ഥം മായാവിയുടേത് ഒരു നനഞ്ഞ പടക്കമാണെന്നാണ്. ലീഗിന് ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടെങ്കിൽ ഇക്കാര്യം സഭയിൽ അഴിമതി ആരോപണമായി എഴുതി കൊടുക്കാൻ ലീഗ് സന്നദ്ധമാകണം. നേർക്ക് നേരെ നിന്ന് സഭയിൽ തെളിവുകൾ നിരത്തി ലീഗിൻ്റെ തൊലിയൊരുക്കാൻ അതൊരു അവസരമാകും എന്ന് കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇതുവരെയായും ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ലീഗിൻ്റെ നേതൃത്വം തയ്യാറായിട്ടില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടിയോടൊക്കെ ഈ വിഷയം ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് ഫിറോസിൻ്റെ വിഷയം ഫിറോസ് തീർക്കട്ടെ എന്നുള്ളതാണ്. നമുക്കറിയാം, പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെയും അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധനായ വിരുദ്ധപക്ഷത്തെ പ്രമുഖനായ കെ എം ഷാജി സാധാരണ കെ.ടി. ജലീലിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം കിട്ടിയാൽ അത് വളരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് ജലീലിനെതിരെ ആഞ്ഞടിക്കുന്ന ലീഗിൻ്റെ നേതാവാണ് കെ എം ഷാജി.
KM ഷാജി പക്ഷേ ഈ വിഷയത്തിനകത്ത് പറഞ്ഞ കാര്യം അത് PK ഫിറോസിൻ്റെ പ്രശ്നം PK ഫിറോസിനെ തീർക്കണം. അതായത് ലീഗിൻ്റെ ഒരു വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ PK ഫിറോസിന് പിന്തുണ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫിറോസ് ഉന്നയിച്ച ആരോപണങ്ങളൊന്നും നിയമസഭയിലേക്ക് എത്തിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകാത്തത്. കാരണം അങ്ങനെ എത്തിയാൽ അത് സ്വാഭാവികമായി ലീഗിന് തന്നെ തിരിച്ചടിയാകും. PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് തിരൂരിൽ അന്നത്തെ ലീഗിൻ്റെ MLA ഉള്ള കാലത്താണ് ഈ സ്ഥലം ഏറ്റെടുക്കൽ അതോടൊപ്പം തന്നെ ഭൂമി വില നിശ്ചയിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ നമുക്കറിയാം ഇപ്പോൾ പ്രതിപക്ഷം കഴിഞ്ഞ് 3 ദിവസമായി അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി ആ പ്രമേയത്തിന് അനുമതി നൽകുകയും അതിനുമേലുള്ള ചർച്ച കേരളം മുഴുവൻ കാണുകയാണ്. സ്വാഭാവികം പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങളൊക്കെ പൊളിഞ്ഞടങ്ങുന്നു. സർക്കാരിൻ്റെ വാദങ്ങൾ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളിലൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രതിപക്ഷം തന്നെ ഒരു ആയുധം കൊടുക്കുന്നു എന്നൊരു സാഹചര്യം വരുന്നു. സ്വാഭാവികമായും ഈ വിഷയം അതായത് മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നിയമസഭയിൽ ഉയർന്നു വന്നാലും KT ജലീലും LDFൻ്റെ MLA മാരും തെളിവുകൾ സഹിതം അത് പൊളിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം ലീഗ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു സാഹസത്തിന് PK കുഞ്ഞാലിക്കുട്ടി ഒന്നും മുതിരാത്തത്. വിനിഷ.